രാഹുവിന്റെ നക്ഷത്രമായ ചോതിയിൽ ജനിച്ചവർ പ്രകൃതിയെ തന്നെ സ്വാതന്ത്ര്യദാഹികളും കഠിനാധ്വാനികളുമാണ്. കാറ്റിലാടുന്ന പുല്ലിനെ പോലെ വഴക്കമുള്ളവരും എന്നാൽ ഏത് പ്രതിസന്ധിയിലും തകരാത്ത മനക്കരുത്തുള്ളവരുമാണ് ഇവർ. തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം കൈവരുന്നത് വലിയ മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു കാലഘട്ടമാണ്. ജ്യോതിഷപരമായ സൂചനകൾ പ്രകാരം കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും സാമ്പത്തികമായ ഇടുക്കങ്ങളും വിട്ടൊഴിയുന്ന ഒരു സന്ധിക്കാലമാണിത്. ഏപ്രിൽ മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന്റെ മാസമാണ്. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും കണി കണ്ടുണരുന്ന ഈ മാസം ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പുതിയ വെളിച്ചം കൊണ്ടുവരും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ മാസം പ്രകടമാകും. മുൻകോപവും എടുത്തുചാട്ടവും കുറയുകയും കാര്യങ്ങളെ വിവേകപൂർവ്വം സമീപിക്കാനുള്ള ഒരു പക്വത നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന സ്വഭാവം മാറി സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. ഈ മാസത്തിന്റെ പ്രത്യേകത എന്നത് നിങ്ങളുടെ ക്രിയാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നതാണ്. ചോതി നക്ഷത്രക്കാർ പൊതുവെ കലാരംഗത്തോ ആശയവിനിമയ രംഗത്തോ തിളങ്ങുന്നവരാണ്. 2026 ഏപ്രിലിൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ അംഗീകാരങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തത ലഭിക്കുന്ന സമയമാണിത്. ഇതുവരെ തീരുമാനമാകാതെ കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഈ മാസം അന്തിമ തീരുമാനമുണ്ടാകും. അത് വീട് പണിയായാലും വിദേശ യാത്രയായാലും പുതിയൊരു ജോലിയിലേക്കുള്ള മാറ്റങ്ങളായാലും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. സാമൂഹികമായ ഇടപെടലുകളിൽ ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില നൽകുന്ന സാഹചര്യം ഉണ്ടാകും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോഴെങ്കിലും അപകടങ്ങൾ വരുത്തിവെക്കാമെന്ന ബോധ്യമുണ്ടായിരിക്കണം. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിടത്ത് അത് ചെയ്യാനും ഉറച്ചു നിൽക്കേണ്ടിടത്ത് നിലപാടുകൾ വ്യക്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വ്യക്തികളുടെ കടന്നുവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം. വിഷുവിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറയുന്നതിനും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതിനും ഈ മാസം സാഹചര്യമൊരുക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല മംഗളകർമ്മങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. ചോതി നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ നർമ്മബോധവും സംസാരശേഷിയും സദസ്സുകളിൽ അവരെ ശ്രദ്ധാകേന്ദ്രമാക്കും. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ഒരു വലിയ അവസരമാണ്. പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസത്തോടെയും ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. ചോതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 ഏപ്രിൽ മാസം വലിയ കുതിച്ചുചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രഹിതർക്ക് ഏപ്രിൽ പകുതിയോടെ ആഗ്രഹിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, മീഡിയ, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഓഫറുകൾ വരും. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നവർക്കും ഈ മാസത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള വെല്ലുവിളി നിറഞ്ഞ ടാസ്കുകൾ ഏറ്റെടുക്കാൻ മടിക്കരുത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിസ നടപടികൾ വേഗത്തിലാകാനും ഏപ്രിൽ അവസാനത്തോടെ യാത്രയ്ക്കുള്ള അവസരങ്ങൾ തെളിയാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വിപുലീകരണത്തിന്റെ സമയമാണ്. പുതിയ പങ്കാളികളെ കണ്ടെത്താനും നിക്ഷേപങ്ങൾ നടത്താനും അനുയോജ്യമായ സമയമാണ്. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കരാറുകൾ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണം. വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നത് വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. എങ്കിലും രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ഉള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. സാമ്പത്തികമായി ചോതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകളും ഒപ്പം തന്നെ ഉണ്ടാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ ഇടയുണ്ട്. മുൻപ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ലോട്ടറിയോ ചിട്ടിയോ വഴി അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യത കാണുന്നു. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ 2 ആഴ്ച അനുകൂലമാണ്. സ്വർണം, വെള്ളി എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ മാസം അനുയോജ്യമാണ്. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി നല്ലൊരു തുക ചെലവാക്കിയേക്കാം. ആഘോഷങ്ങൾക്കും യാത്രകൾക്കുമായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ബഡ്ജറ്റ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ സാധിക്കും. പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തുക. കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ആവശ്യഘട്ടങ്ങളിൽ ലഭ്യമാകും.
ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ പണക്കങ്ങളും തർക്കങ്ങളും മാറും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ഒരുമിച്ച് തീർത്ഥയാത്രകളോ ഉല്ലാസയാത്രകളോ പോകാൻ സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നത് കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ തക്കതായ നേട്ടങ്ങൾ ഉണ്ടാകും. അവരുടെ പഠനത്തിലോ കരിയറിലോ ഉണ്ടായ തടസ്സങ്ങൾ മാറും. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ കേൾക്കാൻ ഈ മാസം അവസരമൊരുക്കും. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും അനുകൂലമായ സമയമാണിത്. അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും ആത്മബന്ധങ്ങൾ ദൃഢപ്പെടുകയും ചെയ്യും. ബന്ധുക്കളുമായി അടുത്തിടപഴകാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ അനുഗ്രഹം തേടുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. ശാരീരികത്തെക്കാൾ ഉപരിയായി മാനസികമായ കരുത്ത് ഈ മാസം നിങ്ങൾക്ക് ആവശ്യമായി വരും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും അമിതമായ ജോലിഭാരം കാരണം നടുവേദനയോ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. മാസത്തിന്റെ പകുതിയോടെ ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പോസിറ്റീവായി ചിന്തിക്കുന്നവർക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുകാലമായതിനാൽ നിർജ്ജലീകരണം സംഭവിക്കാതെ നോക്കണം. എല്ലാം അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രാത്രികാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുക. അമിത വേഗത അരുത്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നല്ല സമയം നോക്കി മാത്രം അത് ചെയ്യുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പാലിക്കാൻ കഴിയുന്നവ മാത്രം നൽകുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കും. സംയമനം പാലിക്കുക. കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ക്ഷമ കാണിക്കുക. വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഏറിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വിഷുവിന് ശേഷമുള്ള സമയം ഉത്തമമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ വർഷം മുതൽ കണ്ടു തുടങ്ങും. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് ഈ വർഷം മികച്ച വിളവ് ലഭിക്കും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ദേവി മഹാത്മ്യം ദിവസവും പാരായണം ചെയ്യുന്നത് മനഃശാന്തി നൽകും. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഭയവും ഉത്കണ്ഠയും മാറാൻ സഹായിക്കും. സർപ്പദൈവങ്ങൾക്ക് നൂറുംപാലും സമർപ്പിക്കുന്നത് ചോതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. രാഹു അഷ്ടോത്തരം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ആവശ്യക്കാർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. ബുധനാഴ്ചകളിൽ പക്ഷികൾക്ക് തീറ്റ നൽകുന്നത് പുണ്യം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടും. ഉപരിപഠനത്തിനായി മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ജോലി സംബന്ധമായും വിനോദത്തിനായും യാത്രകൾ ഉണ്ടാകും. യാത്രകൾ വഴി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. യാത്രക്കിടയിൽ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ക്ഷേത്ര ദർശനങ്ങളും പുണ്യനദീ സ്നാനവും മനസ്സിന് സന്തോഷം നൽകും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് നല്ലതാണ്. ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. ഈ ബലങ്ങൾ പൊതുവായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും.